നമുക്കൊപ്പം കുവൈറ്റിൽ ഈ മംഗഫ് ബ്ലോക്ക് 4-ൽ നിന്നാണ് ശ്രീനാഥ് വി എസ്. ആ സ്ഥലത്ത് തന്നെയുണ്ട് ശ്രീനാഥ്. ശ്രീനാഥ്, കേൾക്കാമെന്ന് കരുതുന്നു. ശ്രീനാഥ്, ഇപ്പോൾ മംഗഫ് ബ്ലോക്ക് 4-ലല്ലേ ഉള്ളത്? അവിടെ ഈ കമ്പനിയുടെ തന്നെ HR വിഭാഗം ആരൊക്കെയാണ് അപകടത്തിൽപ്പെട്ടത്, ആരൊക്കെയാണ് മരിച്ചത്, ഇതൊക്കെ ഇപ്പോൾ അവിടെ ഔദ്യോഗികമായി തന്നെ കൈമാറിയോ? ഔദ്യോഗികമായിട്ട് ഇതുവരെ കൈമാറിയിട്ടില്ല. ഇപ്പം മരിച്ചവരുടെ എണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പൊ ഇതുവരെ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം കുവൈറ്റ് മിനിസ്റ്ററി പുറത്തുവിടുമെന്നാണ് എനിക്ക് ലഭിച്ച വിവരം. ഇവിടെ നിന്ന് ശ്രീനാഥ് ഇപ്പോൾ നിൽക്കുന്നത് ബ്ലോക്ക് 4-ലാണ്. ഈ തീപിടിച്ച കെട്ടിടത്തിന്റെ അടുത്താണോ ഇപ്പോൾ നിൽക്കുന്നത് ശ്രീനാഥ്? അതെ, സംഭവ സ്ഥലത്താണ്. നമുക്ക് ഒരുപാട് അടുത്തേക്ക് പോകാൻ പറ്റില്ല. ഇതിന്റെ ചുറ്റും കുവൈറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിലാണ്. അപ്പൊ നമുക്ക് ഒരുപാട് അടുത്തേക്ക് പോകാൻ സാധിക്കത്തില്ല ഇവിടെ. ശ്രീനാഥ്, ഇപ്പോൾ കാണിച്ചു തരുന്ന ദൃശ്യം മംഗഫ് 4-ന്റേതാണ്. അതെ, സംഭവ സ്ഥലം തീ പിടിച്ച ക്യാമ്പിന്റെ പരിസരത്ത് തന്നെയാണ്. ഇവിടെ ധാരാളം ഇത്തരത്തിലുള്ള തൊഴിലാളി ക്യാമ്പ് ഫ്ളാറ്റുകൾ ഉണ്ടല്ലേ? ഇവിടെ മിക്കവാറും താമസിക്കുന്നത് മുഴുവൻ തൊഴിലാളികളാണ്, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്ന തൊഴിലാളികൾ. അതെ. ഒന്നാമത് മംഗാഫ് എന്ന് പറയുന്നത് മലയാളികൾ ഏറെ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയാണ് മംഗാഫ്. പക്ഷേ ഇവിടെ ഒരുപാട് പേര് മലയാളികൾ വന്ന് ജോലി ചെയ്യുന്ന. ഓക്കെ, ഇപ്പോൾ ഞങ്ങളുടെ റിപ്പോർട്ടർ പറയുകയായിരുന്നു, ഇതിൽ മരിച്ച ആകാശ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹം ഒരു തമിഴ് സുഹൃത്തും കൂടി ഓടിപ്പോകുന്നത് കണ്ടു എന്നാണ്. ഒരുപക്ഷെ ഈ ബാൽക്കണിയിൽ നിന്ന് എടുത്തു ചാടി അപകടത്തിൽപ്പെട്ട് മരിച്ചവരുടെ എണ്ണവും കൂടുതലാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് ശ്രീനാഥിന് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ? എങ്ങനെയാണ് ഇത്രയും അധികം പേർ മരിക്കാനിടയ ഒരു സാഹചര്യം ഉണ്ടായത്? ഇവിടെ ഏറ്റവും കൂടുതൽ പൊള്ളലേറ്റല്ല ആൾക്കാർ മരിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഈ പുക ശ്വസിച്ച് മരിച്ചു എന്നാണ് നമുക്ക് കിട്ടിക്കഴിഞ്ഞ അറിവ്. അതുപോലെ തന്നെ ഈ പുകയുടെ ശ്വാസം മുട്ടൽ കാരണം കുറെ പേരൊക്കെ, ഒരു 3-4 പേര് കെട്ടിടത്തിന് മേളിൽ നിന്ന് എടുത്ത് ചാടുകയുണ്ടായി. അങ്ങനെ ഒരു 3-4 പേര് മരിച്ചതായിട്ടാണ് ഇവിടെ പറഞ്ഞറിയുന്നത്. അത് കൂടാതെ ഒരുപാട് പേര് ചാടിയവരുടെ ബോൺ ഫ്രാക്ചർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് ഇപ്പോഴും അവിടുത്തെ മെയിൻ ഹോസ്പിറ്റലായ അദാന്, അതുപോലെ തന്നെ ജഹറ, കുമാരൻ ഹോസ്പിറ്റലിൽ ഒരുപാട് പേര് അഡ്മിറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഞങ്ങൾക്ക് എനിക്ക് അറിവ്, അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരിൽ 2 പേർക്കും ഇതുപോലെ പരിക്ക് പറ്റി എന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ഇതുവരെ 16 പേരെ തിരിച്ചറിയാനുണ്ട്. 16 പേരുടേത് മ്യൂട്ടിലേറ്റഡ് ആണ്, തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നാണ് കുവൈറ്റിലെ മീഡിയ. എത്ര പേരുണ്ട് മലയാളികൾ എന്നുള്ളതാണ് നമ്മൾ അതിലൊരു ആശങ്കയുണ്ട്. കാരണം മലയാളികളാണ് കൂടുതലായും ഇപ്പോൾ ശ്രീനാഥ് സൂചിപ്പിച്ചതുപോലെ. സാധാരണ ദുബായിലൊക്കെ കരാമ സെന്റർ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള സ്ഥലമാണ്. അവിടെ ധാരാളം മലയാളികൾ ഉണ്ട് എന്നാണ് പറയുന്നത്.